വിജിൻ, രാവിലെ നെടുമങ്ങാട് ഡിവൈഎസ്പി KS അരുൺ സംസാരിച്ചിരുന്നു. പക്ഷേ അപ്പോഴും ഇപ്പോൾ റൂറൽ SP ആണ് കുറെ കൂടി ചില കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കുറെ കൂടി വിവരങ്ങളും. പക്ഷേ ഡിവൈഎസ്പി പറഞ്ഞ സമയത്ത് അത്രമേൽ കാര്യമായി ഒന്നും പറയാൻ കഴിയുന്നൊരു ഘട്ടമായിരുന്നില്ല അന്വേഷണം. പക്ഷേ ഓരോ സമയത്തും കൂടുതൽ വളരെ കാര്യമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. കൊലപാതക രീതികൾ, അവിടെ നടന്നിട്ടുള്ള മോഷണം, അതിലെ പല കാര്യങ്ങളും ഇപ്പോൾ ഒന്നൊന്നായി പുറത്തു വരുന്നുണ്ട്. പ്രതിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പോലീസ് ഇതിനോടകം തന്നെ ശേഖരിച്ചു കഴിഞ്ഞു എന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വരുന്നുണ്ട്. പോലീസ് അന്വേഷണം വളരെ ശക്തമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. അതുപോലെ തന്നെ ഈ കൊല്ലപ്പെട്ടവരുടെയൊക്കെ ബന്ധുക്കളും മറ്റുള്ളവരുമൊക്കെ ഈ പ്രദേശങ്ങളിലേക്കൊക്കെ അവരവരുടെ വീടുകളിലേക്കൊക്കെ ആ ഭാഗത്തേക്കൊക്കെ എത്തുന്നുണ്ടോ വിവരമൊക്കെ അറിഞ്ഞ്? സർ, തീർച്ചയായും ഈ കാര്യത്തിൽ കൊലപാതകത്തിലെ ദുരൂഹത നീക്കാനുള്ള ശ്രമം തന്നെയാണ് പോലീസ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നിൽ കൂടുതൽ കാരണങ്ങൾ ഉണ്ടോ എന്ന സംശയത്തിലേക്കും പോലീസ് എത്തിയിട്ടുണ്ട്. അതാണ് DYSP KS അരുൺ നേരത്തെ അത്തരം സൂചനകളാണ് മുന്നോട്ട് വെച്ചത്. ഒന്നിൽ കൂടുതൽ കാരണങ്ങൾ ഒരുപക്ഷെ കൊലപാതകത്തിലേക്ക് നയിച്ചിട്ടുണ്ടാകാം എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ കരുതുന്നത്. ഒന്ന് സാമ്പത്തികമായ വിഷയമാണ്. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടും ഈ സ്വർണം ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ടുമൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനു മുമ്പ് തന്നെ കുടുംബത്തിന് ചില സാമ്പത്തിക ബാധ്യതകളുണ്ടായിരുന്നു. പക്ഷേ അച്ഛൻ തന്നെ പറയുന്നത് ആ ബാധ്യതകൾ തീർക്കാൻ വീട് വിൽപ്പനയ്ക്കൊക്കെ വെക്കാനുള്ളൊരു ശ്രമമായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അത് മകൻ ഏറ്റെടുക്കേണ്ട കാര്യം നിലവിൽ ഉണ്ടായിരുന്നില്ല എന്ന് അച്ഛൻ തന്നെ വ്യക്തമാക്കുകയാണ്. മറ്റൊന്ന് ഈ പെൺസുഹൃത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതുമായി ബന്ധപ്പെട്ട് ചില പരാതികൾ, പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു എന്ന കാര്യവും പോലീസ് സംശയിക്കുന്നുണ്ട്. അതിന് കാരണം ഈ പെൺസുഹൃത്തിനെ തന്നെ ഇയാൾ ഇത്ര ക്രൂരമായി കൊലപ്പെടുത്തിയതിന് കാരണം താൻ എന്തായാലും ആത്മഹത്യ ചെയ്യാൻ പോകുന്നു, ഇനി അതുകൊണ്ട് തന്നെ അവളും ജീവിച്ചിരിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിയതാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഈ അഫാൻ തന്നെ പറഞ്ഞത് അനുസരിച്ച് അഫാൻ ഒരു മാസത്തോളമായി മദ്യപിക്കാറുണ്ട് എന്ന് പറഞ്ഞിരുന്നു. നേരത്തെ DYSPയും വ്യക്തമാക്കിയത് ചില ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അത് ഏത് ലഹരിയാണ് എന്ന കാര്യത്തിൽ വ്യക്തത വരണമെങ്കിൽ ഈ ബ്ലഡ് ടെസ്റ്റ് റിസൾട്ട് വരണം. ആ റിസൾട്ട് വന്നാൽ മാത്രമേ പറയാൻ കഴിയൂ എന്നാണ്. എന്തായാലും ഇയാൾ ലഹരി ഉപയോഗിക്കാറുണ്ട് എന്ന കാര്യത്തിൽ പോലീസിന് സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ ഇയാൾ ഈ കൊലപാതകങ്ങളൊക്കെ നടത്തിയത് അതിക്രൂരമായിട്ടാണ്. അത് എങ്ങനെ ഒരാളുടെ ഒരു മാനസികാവസ്ഥയിൽ എങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു എന്ന കാര്യത്തിലൊക്കെ പോലീസ് കൃത്യമായ ഈ അഫാനുമായി ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലിൽ തന്നെ കഴിയുള്ളൂ. കാരണം ഇപ്പോൾ നിലവിൽ അഫാൻ ആരോഗ്യസ്ഥിതി പൂർണ്ണമായും തരണം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ ഡോക്ടർമാർ തന്നെ അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യലിലേക്ക് കൂടുതൽ ശക്തമായി കടക്കണമെങ്കിൽ അഫാനെ കസ്റ്റഡിയിലേക്ക് എടുക്കേണ്ടിയിരിക്കുന്നു, അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അതിനുള്ള നടപടിക്രമങ്ങൾ എങ്ങനെ നടത്താമെന്ന ആലോചനയിലാണ് നിലവിൽ ഇപ്പോൾ പോലീസ്. എന്തായാലും ശക്തമായ അന്വേഷണം, ഇൻക്വസ്റ്റ് നടപടികൾ, തെളിവ് ശേഖരണം ഒക്കെയാണ് നിലവിൽ നടന്നിട്ടുള്ളത്. ശരത്ത്.